നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേലി തന്നെ വിളവ് തിന്നുക എന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതിനിടെ ഈ ലഹരിക്കെതിരെ ശക്തമായി വാദിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പക്കൽ നിന്നും MDMA കണ്ടെത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട പോലീസിന്റെ പരിശോധനയ്ക്കിടയിൽ യുവാവിന്റെ പക്കൽ നിന്ന് 1 ഗ്രാം MDMA കണ്ടെത്തി. എഴുമറ്റൂർ സ്വദേശി ഷർഫിൻ സെബാസ്റ്റ്യനെയാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. 25 വയസ്സുകാരൻ്റെ പക്കൽ നിന്നാണ് MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ഡാൻസ് ഓഫ് സംഘം ദിവസങ്ങളായി ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിരീക്ഷിച്ചാണ് ഇത്തരത്തിലൊരു നിർണായകമായ അറസ്റ്റിലേക്ക് കടന്നത്. ഞായറാഴ്ച ഉച്ചയോടെ ഇയാളുടെ വീട്ടിലെത്തിയ പോലീസ് പുസ്തകങ്ങൾക്കിടയിൽ ഒരു രഹസ്യ അറയിൽ നിന്നാണ് MDMA കണ്ടെത്തിയിരിക്കുന്നത്. ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് ഇൻ നേഷൻ എന്ന സംഘടനയുടെ യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് രേഖപ്പെടുത്തിയ ഐഡന്റിറ്റി കാർഡും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ ഷർഫിനെ പെരുമ്പട്ടി സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ എറണാകുളം, പാലാരിവട്ടം ടൗൺ സ്റ്റേഷനുകളിൽ ലഹരി മരുന്ന് കേസുകളും കോയിപ്പുറം സ്റ്റേഷനിൽ സ്ത്രീകളെ ആക്രമിച്ചതുൾപ്പെടെ 2 ക്രിമിനൽ കേസുകളും പ്രതിയാണെന്ന് പോലീസ് കണ്ടെത്തി. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയരും. ഈ ഇത്തരത്തിലൊരു ലഹരിക്കെതിരെ പോരാടുന്നൊരു സംഘടനയുടെ പ്രവർത്തകരായിരുന്നു, അപ്പോൾ കുടിക്കിയതാകാം എന്നൊരു ചോദ്യമൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായ നിരീക്ഷണവും പരിശോധനയുടെയും അതുപോലെ തന്നെ നിരീക്ഷണത്തിൻ്റെ ഒക്കെ വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നിർണായകമായ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. MDMA ഒരുപാട് പക്കൽ നിന്ന് പിടികൂടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഭവത്തിലേക്ക് കൂടി ഉറക്കം വരാതിരിക്കാൻ MDMA ഉപയോഗിച്ച് ജോലി ചെയ്യുമായിരുന്നുവെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ചുണ്ടൽ സ്വദേശി വിദ്യ. അനസ്തീഷ്യ ടെക്നീഷ്യയായാണ് വിദ്യ ജോലി ചെയ്യുന്നത്. ശസ്ത്രക്രിയകൾക്ക് മുൻപും ശേഷവും അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട ജോലിയാണ് വിദ്യ ചെയ്തിരുന്നത്. അവിടെയാണ് ജോലിക്കിടെ ഉറക്കം വരാതിരിക്കാൻ വിദ്യ MDMA ഉപയോഗിച്ചിരുന്നത്. ശരീരത്തിൻ്റെ രഹസ്യ ഭാഗത്ത് നിന്നാണ്, അതായത് സ്വകാര്യ ഭാഗത്ത് നിന്നാണ് ഈ MDMA ഒളിപ്പിച്ചു വെച്ചത്. ഡാൻസ് ഓഫ് സംഘത്തിന് നൽകിയ മൊഴിയിലാണ് വിദ്യ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. MDMA ഉപയോഗിച്ചാൽ ഉറങ്ങാതിരിക്കുമെന്ന് എവിടെയോ കേട്ടതിനെ തുടർന്നാണ് MDMA ഉപയോഗിച്ച് തുടങ്ങിയതെന്നായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തോട് വിദ്യയുടെ വെളിപ്പെടുത്തൽ. ഉപയോഗിച്ച് തുടങ്ങിയതോടെ ഇതില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാണ് തനിക്ക് ഉണ്ടായതെന്നും വിദ്യ പ്രതികരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വിദ്യയുടെ ജോലി ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അനസ്തേഷ്യ നൽകുന്നതിനും അതിനുള്ള ഉപകരണങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുന്നതിനും ഡോക്ടർമാരെ സഹായിക്കുന്ന വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരാണ് അനസ്തേഷ്യ ടെക്നീഷ്യന്മാർ. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് അടിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നത് എത്ര ഗൗരവകരമാണ്. കഴിഞ്ഞ ദിവസമാണ് 320 ഗ്രാം MDMAയുമായി 2 സ്ത്രീകളടക്കം 5 പേരെ പിടികൂടിയത്. പിടിയിലായ അനസ്തേഷ്യ ടെക്നീഷ്യൻ വിദ്യയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. ഇവർക്ക് ഒരു കുഞ്ഞുണ്ട്. 4 പേരടങ്ങുന്ന സംഘമാണ് പാലക്കാട് മുതലമടയിലെ റിസോർട്ടിൽ നിന്ന് വരുന്നതിനിടെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടികൂടപ്പെട്ടത്. അടിവസ്ത്രത്തിൽ MDMA ഒളിപ്പിച്ച നിലയിലാണ് ഇവർ കാറിൽ യാത്ര ചെയ്തത്. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 227 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. 209 കേസുകൾ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മീഡിയം ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 8 കേസുകളും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് 2 കേസുകളും കൂടാതെ കോപ്റ്റ പ്രകാരം 66 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 36 ഗ്രാം MDMA, 8 ഗ്രാം ഹാഷിഷും 33 കിലോഗ്രാം കഞ്ചാവും അതുപോലെ തന്നെ ഹെറോയിനും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 5134 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ ഓപ്പറേഷൻ തൂഫാൻ പുരോഗമിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി സംസ്ഥാനത്ത് ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇനിയും വ്യാപിപ്പിക്കുമെന്നും എന്താണ് ഇതിലൂടെ താൻ ലക്ഷ്യമിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അവർക്ക് ഈ നർക്കോട്ടിക് കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 3 ഘട്ടമാണ്. ഒന്ന്, ഡയറക്റ്റായിട്ട് ഇത് പിടിക്കുക എന്നുള്ളത്, ക്രൈമായി കണ്ടുകൊണ്ട് കേരള പോലീസ് തന്നെ മുൻകൈ എടുത്ത് തുഫാൻ സ്ട്രൈക്സ് നടത്തിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും തുഫാൻ സ്ട്രൈക്സ് നടക്കുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് തുഫാൻ വാരിയേഴ്സ്. ഇന്നലെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇന്നലെ ചേർന്നിട്ടുണ്ട്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെ അദ്ദേഹം തൂഫാൻ വാരിയറായി ചേർന്നിട്ടുണ്ട്. തൂഫാൻ വാരിയറിൽ ഒരാളായി അദ്ദേഹം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറെ കാലമായി ഈ ഡ്രഗ്സിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്ന് എന്നോട് വിശ്വശാന്തി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും പേര് ചേർത്ത
വിശ്വശാന്തി എന്ന ഒരു പ്രോജക്റ്റ് 3 വർഷമായി അദ്ദേഹം നടത്തുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായി പരിപൂർണമായും സഹായിക്കാമെന്ന് ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനും കോർഡിനേറ്റർ ശ്രീ വിമല ആദിത്യയും അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ധാരാളം സിനിമാ നടന്മാരും അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ വ്യക്തികളും ഒക്കെ തൂഫാൻ വാരിയേഴ്സായി ചേർന്ന് നിങ്ങൾക്കും തൂഫാൻ വാരിയേഴ്സായിട്ട് ചേരാവുന്നതാണ്. ഞാൻ നിങ്ങളെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ തൂഫാൻ കെയർ അടുത്തത് 3 സ്റ്റേജാണ്. തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയേഴ്സ് ആൻഡ് തൂഫാൻ കെയർ. തൂഫാൻ കെയർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവര്, അഡിക്റ്റായി മാറിയവര്, വിഡ്രോവൽ സിൻഡ്രോം ഉള്ളവര്, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനുമുള്ള സ്കീം. അങ്ങനെ 3 തരത്തിലാണ് ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വിജയകരമായ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. ഇപ്പോഴ് നമ്മൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഈ മരണത്തിന്റെ വ്യാപാരികൾ ഇപ്പൊ കേരളത്തിൽ ഇതിന്റെ സെല്ലിംഗ് അല്പം കുറച്ചിട്ടുണ്ട്. കേരള പോലീസ് വിഡ്രോ ചെയ്യുമ്പോൾ കൂടുതൽ സെല്ല് ചെയ്യുക എന്നുള്ള ധാരണയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. We are not going to stop this operation. We will continue with this operation so that the Kerala will be free from narcotic drugs and അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 26-ാം തീയതി കേരളത്തിലെ ആന്റി നർക്കോട്ടിക് ഡേ ആണ്. വേൾഡ് ആന്റി നർക്കോട്ടിക് ഡേ ആണ്. അന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ നേതൃത്വത്തിൽ ഇത് ബോധവൽക്കരണം, ഇതിന് മറ്റൊരു ഭാഗമാണ് ബോധവൽക്കരണം. MLA-മാരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് വിദ്യാഭ്യാസ മന്ത്രിയെയും അതോടൊപ്പം തന്നെ മുൻകൈയെടുത്ത് മില്യൺ ഗോൾസ്, തൂഫാൻ ഗോൾസ് എല്ലാ സ്കൂളുകളിലും നടത്താൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ദിവസമാണ് പേരുക്കടയിൽ ഉദ്ഘാടനം നടത്തിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തണ്ടർ എന്ന പേരിൽ തന്നെ അവരുടേതായ രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തുന്നു. അത് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ്. കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൽ, നമ്മുടെ കോട്ടകൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏജൻസികളുടെ സഹായം തേടിയത്. വളരെ ഫലപ്രദമായ ചർച്ചയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. അതെ, ഈ രണ്ടും വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുള്ളത് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇതിന് ഓപ്പറേഷൻ തുഫാൻ ഇതൊന്നും ഒരു ബാരിയേഴ്സ് അല്ല, അതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ആവശ്യപ്പെട്ട് എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറണം. കാരണം നമ്മള് കേരള പോലീസ്, കേരള ഗവൺമെന്റ് ഇത്ര വലിയൊരു ദൗത്യം ആരംഭിച്ചപ്പോൾ അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ രണ്ടാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇന്നത്തെ മീറ്റിംഗ്. അതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ ഗൗരവതരമായ ചർച്ച ഉണ്ടായത് ഇതിന്റെ സോഴ്സാണ്. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. ആകാശത്തൂടെയും കടലിലൂടെയും കരയിലൂടെയും ഇത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ സോഴ്സുകളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ, ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ വിശദമാക്കുന്നില്ല. പറയുന്നത് നമ്മുടെ ഈ ഓപ്പറേഷന് ഗുണകരമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സോഴ്സ് കണ്ടെത്തുക, ലഹരി മാഫിയയുടെ വേരിറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സോഴ്സിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ മീറ്റിംഗ്. ഇനി ഇത് 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടുകളിൽ, സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. കാരണം താഴോട്ടുകൂടെ പോകണം. താഴോട്ടുകൂടെ ചെന്ന് യഥാർത്ഥത്തിൽ ആ പോർട്ടുകളിലും എയർപോർട്ടുകളിലും ഒക്കെ സംയുക്തമായ
ഒരു ഓപ്പറേഷൻ അവർ എല്ലാ ഏജൻസികളും കൂടി നടത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് തടയാൻ കഴിയൂ. ഇത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എന്നോട് നിങ്ങൾ നിർബന്ധിക്കരുത്, അത് ശരിയല്ല എന്നുള്ളത്.